all, welcome to I+. ഞാൻ അക്ഷര. കേട്ട് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള അവസാന ഘട്ട ഒരു പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും. അപ്പം ഒരുപാട് പേര് പാനിക് ആവുന്ന ടൈമാണ്. അയ്യോ എക്സാമിങ് അടുത്തെത്തി, എന്തൊക്കെയോ ഇനിയും പഠിക്കാൻ ബാക്കിയുള്ള പോലെ. അങ്ങനെ പാനിക്കായിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ. നമ്മൾ നല്ല കൂളായിട്ട് നല്ല ഒരു മൈൻഡോട് കൂടി എക്സാമിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ എന്താണ് പകുതി കാര്യങ്ങൾ ഓക്കെ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ യാതൊരു ടെൻഷനും വേണ്ട. അവസാന ഘട്ടത്തിൽ ഈ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നതെന്ന് നോക്കാം. അതിന് തന്നെ റിവൈസ്. അപ്പോൾ എന്താണ് റിവിഷനുള്ള സമയമാണ്. വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് നിൽക്കുകയൊന്നും വേണ്ട. ഈ ഒരു സമയം എന്തിനു വേണ്ടിയിട്ടാണ്? റിവിഷന് വേണ്ടിയിട്ടാണ്. ലേൺ ന്യൂ ടോപ്പിക്സ് നൗ എന്ന് പറയുന്ന പരിപാടിയെ വേണ്ട. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അയ്യോ ഇത് എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ടോപ്പിക്ക് കാണുന്നു, അല്ലെങ്കിൽ ഒരു തിയറിസ്റ്റിൻ്റെ പേര് കാണുന്നു, അയ്യോ ഞാനിത് പഠിച്ചില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, വിട്ടേക്കുക. നമുക്കെന്താണ് ഫുൾ മാർക്ക് വാങ്ങേണ്ട പരീക്ഷയല്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട്. ഇത്ര മാർക്കിൻ്റെ മുകളിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സാം പാസ്സാവും. അപ്പോൾ പിന്നെന്താണ് അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഫോക്കസ് ഓൺ ഷോർട്ട് നോട്ട്സ്, ഫോർമുല ആൻഡ് കീ കൺസെപ്റ്റ്സ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ തയ്യാറാക്കി വെച്ച ഷോർട്ട് നോട്ട്സ് ഒക്കെ കാണുമല്ലോ, അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം. ഇനി മാത്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ഫോർമുലയൊക്കെ കാണും, അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ എന്താണ് കീ കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എന്താണ് ഒന്ന് ഓടിച്ച് നോക്കാം. അടുത്ത എന്താണ് ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എക്സാം ഹാളിലോട്ട് ചെല്ലുമ്പോൾ ഉള്ള കാര്യമാണ്. ഇപ്പോഴേ നമ്മുടെ മൈൻഡ് എന്താണ് റെഡിയാക്കി വെക്കണം. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴേ മനസ്സിലാക്കുക ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം എന്താണ്. അറ്റംപ്റ്റ് ഈസി ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ആൻഡ് ദെൻ മോഡറേറ്റ് ആൻഡ് ഫൈനലി ദ ടഫ് വൺസ്. നമ്മളിപ്പോൾ നോക്കുന്നു ഒന്നാമത്തെ ചോദ്യം ടഫാണ്, അത് നോക്കിക്കൊണ്ട് അതിനെയും തുറച്ച് നോക്കിയിരുന്നിട്ട് വല്ല കാര്യമുണ്ട് ഇല്ല, സ്കിപ്പ് ചെയ്യാം. പിന്നെന്താണ് നമുക്ക് എളുപ്പത്തിൽ ഉത്തരം അറിയാവുന്ന, നമുക്ക് ഒറ്റനോട്ടത്തിൽ ഉത്തരം അറിയാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ കാണും. അതൊക്കെ എന്താണ് കൃത്യമായിട്ടും അമിതാവേശം കാണിക്കാതെ, ചിലർക്ക് പറ്റുന്നൊരു അബദ്ധമാണ് അമിതമായിട്ട് ആവേശം കാണിച്ച് എന്ത് ചെയ്യും ബബിൾ ചെയ്യുന്നതൊക്കെ തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ എന്താണ് ഒരു കാമായിട്ടുള്ളൊരു മൈൻഡോട് കൂടി എന്ത് ചെയ്യുക, ആദ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും, പിന്നെ ഒന്ന് ഇരുത്തി ആലോചിക്കണം എന്നുള്ള മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും, പിന്നെ ഏറ്റവും അവസാനം മാത്രം ഇങ്ങോട്ട് വരിക ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരിക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? ഇപ്പോഴും എന്താണ്ട് ഈ നിമിഷവും എന്താണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് സംശയത്തിലിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കാറുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ നെഗറ്റീവ് മാർക്ക് എന്നുള്ള പരിപാടിയേ ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ ബോണസ് കാര്യം എന്താണ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഇപ്പോൾ അറ്റൻഡ് ചെയ്ത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് PSC എക്സാമിനേഷൻ പോലെ നഷ്ടമൊന്നും വരാനില്ല. അപ്പോൾ എന്താണ് കിട്ടിയ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് ഈ ഒരു കാര്യത്തിൻ്റെ കാര്യം പറയാൻ പറ്റത്തുള്ളൂ. എന്താ ഇതുപോലെ ചിലപ്പോൾ എന്താ ശരിയായേക്കാം, ഈ ഡൗട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വിട്ട് കളയേണ്ട കാര്യം ഇല്ല. ദെൻ മോക്ക് ടെസ്റ്റ്. ഇനിയുള്ള സമയം എന്താണ് ജസ്റ്റ് ഒരു എക്സാമ്പിളായി കണ്ടീഷനിലിരുന്ന് മോക്ക് ടെസ്റ്റ്. അപ്പം ഒരുപാട് എന്താണ് ടെൻഷനൊന്നും ആവേണ്ട, വെറുതെ എന്താണ് ഒരു ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഒന്ന് നോക്കാനായിട്ടും അവിടെ നിങ്ങളുടെ സ്കോർ ഒന്നും നിങ്ങൾ നോക്കാൻ നിൽക്കേണ്ട. ഇത്ര സമയത്തിനകം ഇത്ര എണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നോന്ന് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിലാണെങ്കിലും എന്താണ് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാവുന്ന നോക്കാം. പിന്നെ സ്ലീപ്പ് വെൽ. പലരും ചെയ്യുന്ന ഒരു വലിയ അബദ്ധമാണ് ഈ പരീക്ഷ. അതിപ്പോൾ കേട്ടിട്ടെന്നല്ല, ഏതൊരു എക്സാം വരുമ്പോഴും ഉറക്കം ഒഴിച്ചിരുന്ന് അവസാന നിമിഷം എന്ത് ചെയ്യാം, ഉറക്കം ഒഴിച്ചിരുന്ന് പഠിക്കാം. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മുടെ ഹെൽത്ത് അത്രയും ഡിക്ലൈൻ ആവുകയാണ്. ഹെൽത്ത് ഡിക്ലൈൻ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ എന്താണ് താഴേക്ക് പോകും. അപ്പോൾ നമ്മുടെ മൈൻഡ് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ബോഡിയും ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഒരു 6 to 7 hours ഒക്കെ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങൾ ഉറങ്ങണം. അല്ലാതെ ഉറക്കം ഒഴിച്ചിരുന്ന് കൂടുതൽ അസുഖങ്ങൾ വരുത്തി വെച്ച് എക്സാം കുളമാകരുത്. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി നമുക്ക് ജസ്റ്റ് സൈക്കോളജി ഏരിയ നോക്കുമ്പോഴത്തേക്ക് സൈക്കോളജിയുടെ കാര്യം എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഏരിയ ആണ്, അതുപോലെ തന്നെ വെയിറ്റേജ് കൂടുതലുള്ള ഏരിയ ആണ്. അപ്പോൾ സൈക്കോളജി വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും എന്താണ് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മയുണ്ട്, പഠിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ എന്താണ് 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്താ തിയറിസ്റ്റുകളെ ഒന്നും ഓർമ്മയില്ല, തിയറി ഓർമ്മയില്ല, ആകെ മൊത്തം ഒരു പുകമയമാണ്. സൈക്കോളജിക്ക് ആ ഒരു സബ്ജക്റ്റ് അങ്ങനെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താണ് അതിൽ ടച്ച് വേണം, ഇല്ലെങ്കിൽ നമ്മൾ മറന്നു. നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാലോ, നമ്മൾ മിക്കപ്പോഴും സൈക്കോളജിക്ക് ഇത്തിരി പ്രാധാന്യം കൊടുത്താണ് വീഡിയോസ് ഇടുന്നതിൻ്റെ കാര്യം അതാണ്. ബാക്കി സബ്ജക്റ്റൊക്കെ നമുക്ക് പിന്നെയും പെട്ടെന്ന് ഓർത്തെടുക്കാം. സൈക്കോളജി ഉണ്ടല്ലോ നമ്മൾ പുതുതായിട്ട് പഠിച്ച ഒരു സംഗതിയാണല്ലേ, BEd അല്ലെങ്കിൽ TTCക്ക് ചെന്ന സമയത്ത് പുതുതായിട്ട് പഠിച്ചതാണ്. അപ്പം നമുക്ക് എന്താണ് പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും. നമ്മൾ കുറേ നാളായിട്ട് ആ സബ്ജക്റ്റുമായിട്ട് ടച്ചിൽ ഇരുന്നതല്ലെങ്കിൽ തീർച്ചയായിട്ടും മറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, സൈക്കോളജിയുടെയൊക്കെ
കീ ഏരിയാസ് നിങ്ങൾ നോക്കാം. പിയാഷെ, വൈഗോട്സ്കി, ബ്രൂണർ, കോൾബർഗ്, എറിക്സൺ ഇവരുടെയൊക്കെ തിയറീസ് എന്താണ് സ്ഥിരമായിട്ട് കാണാം. ചോദ്യപേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചോദിക്കും. വളരെ ബേസ് ലെവൽ ചോദ്യം മുതൽ അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങൾ വരെ ചോദിക്കുന്ന ഒരു മേഖലയാണ്. സിലബസ് നോക്കുമ്പോൾ തന്നെ ഈ പേരുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക. അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കാം? അത്രയധികം പ്രാധാന്യം ഇവർക്കൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ദെൻ റിമെമ്പർ വിത്ത് കീ കൺസെപ്റ്റ്സ്, പ്രധാനപ്പെട്ട കുറേ കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ. ZPD, സ്കഫോൾഡിങ്, റീഇൻഫോഴ്സ്മെന്റ്, കണ്ടീഷനിങ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ്. ഞാൻ കൊടുത്തേക്കുന്ന ടേംസ് ഒക്കെ കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ തവണ ചോദ്യപേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടേംസ് ആണ്. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ വാക്കുകൾ പലപ്പോഴും എന്താണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു ചോദ്യപേപ്പറിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത്. സ്കഫോൾഡിംഗ് ഒക്കെ എന്താണ് ഈസി കൺസെപ്റ്റാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ ഒന്നുകൂടെ നോക്കി വെക്കാം. ഇനിയുള്ള സമയം അങ്ങനെ നോക്കാം. പിന്നെ എന്താണ് പെഡഗോജി ക്വസ്റ്റ്യൻ, ടിപ്പിക്കൽ പെഡഗോജി ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് ആപ്ലിക്കേഷൻ ടൈപ്പ് ജസ്റ്റ് ഫാക്ച്വൽ മാത്രമല്ല. പെഡഗോജി എന്ന് പറയുന്ന സാധനം നമുക്ക് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഫാക്ട്സ് ആയിട്ട് അങ്ങനെ ചോദിക്കാറില്ല, ആപ്ലിക്കേഷൻ ലെവലാണ്. നമ്മൾ ഈ BEdും TTC ഒക്കെ പഠിച്ചു, ഈ തിയറി എല്ലാം പഠിച്ചു. ക്ലാസ് റൂമിൽ പോയി എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയുമോ എന്ന് അളക്കുന്ന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചോദ്യപേപ്പറിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അത് ചെയ്ത് തന്നെ പഠിക്കണം. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസ് എവിടെയെന്ന് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ ചാനലിലാണെങ്കിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചാനലൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഈ ഒരു ഏരിയ ഒക്കെ എന്താണ് പക്ക പെർഫെക്റ്റ് ആണ്. അടുത്തായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഒരു ചൈൽഡ് സെൻറ്റേർഡ്, ഇഫ് ക്വസ്റ്റ്യൻസ് ആർ ചൈൽഡ് സെൻറ്റേർഡ് ഒരു ട്രിക്കാണത്. ഈ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഗതി നമ്മുടെ ചോദ്യപേപ്പറിൽ പല ചോദ്യങ്ങളിൽ പല രൂപത്തിൽ വരാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തറിയാം, നമ്മുടെ ഇപ്പോഴത്തെ പഠന രീതി ശിശു കേന്ദ്രീകൃതമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേമുകൾ കൺസ്ട്രക്റ്റീവിസ്റ്റ് ആൻസർ ആയിരിക്കും അതിന് വരുന്നത്. എന്താണ്, നമ്മുടെ ബിഹേവിയറിസോ അല്ല, അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം വന്നു. ഇപ്പോൾ എന്താണ് നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മുടെ പഠനം പോകുന്നത്. പഠന രീതി അങ്ങനെയാണ്, ചൈൽഡ് സെൻറ്റേർഡ് ആണ്. പിന്നെന്താണ് പെഡഗോജിക് അപ്രോച്ചാണ്, റോഡ് മെമ്മറൈസേഷൻ ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താ ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ എന്താണ് ടീച്ചർ സെൻറ്റേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലായിക്കോണം അത് നമ്മുടെ കൺസ്ട്രക്റ്റിവിസം അല്ല, പഴയ രീതി അല്ലേ. നമ്മൾ ചാക്കോ മാഷിൻ്റെ ആ ഒരു സംഗതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ ബിഹേവിയറിസം ആണല്ലേ. എങ്ങനെയാണ് ഈ ഒരു ആനിമൽസിനെ അല്ലെങ്കിൽ മെഷീൻസിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന പോലെ ആയിപ്പോവും. ആ പരിപാടി ഇല്ലല്ലോ. ഈ ടീച്ചർ സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ അത് ബിഹേവിയറിസ്റ്റോ ട്രഡീഷണലോ ഒക്കെയാണ്. ഇതല്ല നമുക്ക് വേണ്ടത് ഇപ്പോഴത്തെ പഠന രീതി. അങ്ങനെ വരുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാക്കാം. റോഡ് മെമ്മറൈസേഷൻ ഇപ്പോഴത്തെ പഠന രീതി അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ഉറപ്പ് വരുത്തുമോ? ഇല്ല, കാണാപ്പാടം പഠിക്കുന്ന പരിപാടി നമുക്കില്ല. ലേണർ സെൻട്രിക് ആണ്, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്, പെഡഗോജിക് അപ്രോച്ചാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ഈ ഒരു ട്രിക്ക് നിങ്ങൾ മറക്കരുത്. പിന്നെന്താണ് എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യങ്ങൾ ബേസിക്കായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്നിരുന്നാൽ പോലും എന്താണ് പലർക്കും അബദ്ധം പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുവാണ് എന്തൊക്കെയാണ്. അഡ്മിറ്റ് കാർഡ് മറക്കരുത്. പിന്നെ പല കാറ്റഗറിയിൽ എഴുതുന്നവരുണ്ടെങ്കിൽ പല അഡ്മിറ്റ് കാർഡുകൾ കാണും. ചില സമയത്ത് എന്തായിരിക്കും, ഈ എക്സാം സെൻറ്റർ ഇപ്പോൾ കാറ്റഗറി 2ഉം 3ഉം എഴുതുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കാറ്റഗറി 2വിന് ഒരു എക്സാം സെൻറ്ററും പിറ്റേ ദിവസം നടക്കുന്ന കാറ്റഗറി 3ക്ക് മറ്റൊരു എക്സാം സെൻറ്ററും ആകും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കും. ഒരു എക്സാമിൻ്റെ ഒരു പാനിക് മൂഡിൽ ചിലർക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് സമയമില്ലല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, മുമ്പേ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഹാൾ ടിക്കറ്റ് വീട്ടിലുള്ളവരെയും കൂടെ ഒന്ന് കാണിച്ച് ഇതാണ് എൻ്റെ എക്സാം സെൻറ്റർ, ഇതാണേ സമയം, ഇതാണേ ദിവസം എന്നൊന്നും കൂടെ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. പിന്നെ ആവശ്യത്തിന് എന്താണ് വാലിഡ് ആയിട്ടുള്ള ID കയ്യിൽ വെക്കണം. മുമ്പും പറ്റിയിട്ടുള്ള അബദ്ധമാണ് ID കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിന് പറ്റിയാണ് ആധാർ കാർഡ് കട്ട് ചെയ്ത് 2 പാർട്ടുണ്ടല്ലോ, അതിൽ നമ്പർ ഇല്ലാത്ത പാർട്ടും കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. വാലിഡ് ആയിട്ടുള്ള നമ്മുടെ IDയുടെ നമ്പർ ഉള്ളത് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ആ കാര്യം മറക്കരുത്. മറക്കാൻ നേരത്തെ എടുത്തു വെച്ചു ഒരു ഫയൽ എടുത്ത് നമ്മുടെ ഹാൾ ടിക്കറ്റും പിന്നെ വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫും പെന്നും ഒക്കെ എന്ത് ചെയ്യുക, റെഡിയാക്കി വെക്കാം. പിന്നെ അറിയില്ല പെന്നും, പിന്നെന്താണ് ചൂടുകാലമാണ്, വാട്ടർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ വാട്ടർ വെക്കാം. വാച്ച് ഇപ്പോൾ അലൗഡ് അല്ല. പലരും വീണ്ടും ഡൗട്ട് ചോദിക്കുന്ന കാര്യമാണ്. ടൈം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഹാളിലുള്ള ഇൻവിജിലേറ്റർ പറഞ്ഞു തരും. ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കും. നമുക്ക് ഈ ടൈം മാനേജ്മെൻറ്റ് ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. നമുക്ക് എക്സാം ഹാളിൽ മിക്കവാറും ഉള്ളിടത്ത് വാച്ചുമായിട്ട് പോകാൻ അനുവദിക്കുന്നതല്ല.
ദെൻ OMR മാർക്ക് ചെയ്യുന്ന സമയം അത് നമ്മൾ പറഞ്ഞു കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അമിതാവശ്യം കാണിച്ചിട്ട് എന്ത് ചെയ്യുക, മാറ്റി ബബിൾ ചെയ്യരുത്. പലർക്കും പറ്റുന്ന അബദ്ധമാണ് രജിസ്ട്രേഷൻ നമ്പറൊക്കെ തെറ്റിക്കും. അപ്പോൾ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സാം എഴുതിയിട്ട് ഒരു കാര്യമില്ല, പോയില്ലേ. അപ്പോൾ എന്താണ്, സമാധാനമായിട്ട് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻവിജിലേറ്ററോട് ചോദിച്ച് മാത്രം എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാം. പിന്നെ അല്ലാതെ ബ്ലേഡ് കൊണ്ടുപോകാം അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ച് വലിച്ചു പറിക്കാം അങ്ങനെ ഒന്നും വിചാരിച്ചിരിക്കേണ്ട. ആ OMR ഒന്നും വാലിഡ് ആകില്ല. അപ്പോൾ ആ ഒരു ശ്രദ്ധ വേണം. പിന്നെന്താണ്, ചില സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ കുറേ ചോദ്യങ്ങൾ ഉത്തരം അറിയാൻ വയ്യും. അപ്പോഴേ പോയി ഞാൻ പഠിച്ചത് എന്തിനാണ്, എല്ലാം പോയില്ലയോ, അങ്ങനെ വിചാരിക്കരുത്. അറിയത്തില്ലെങ്കിൽ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ ഉറപ്പായിട്ടും കാണും. ഇതൊരു ഭയങ്കരമായിട്ടുള്ള ടഫ് എക്സാമിനേഷൻ അല്ല. ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് കാണും, ഈസി ക്വസ്റ്റ്യൻസ് കാണും, അതോടൊപ്പം തന്നെ എന്താണ്, പാടുള്ള ക്വസ്റ്റ്യൻസും കാണും. അപ്പോൾ ഈ പാടുള്ള ക്വസ്റ്റ്യൻസിനെ തുറച്ച് നോക്കി ഇരിക്കാതെ എന്ത് ചെയ്യുക, എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് അപ്പം അത് ഹാളിൽ പറയും. അപ്പോൾ എന്ത് ചെയ്യുക, OMR ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ചോദ്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്തു എന്ന് ചെക്ക് ചെയ്യുക. ഫൈനലി ഒരു കാര്യം കൂടെ പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, സ്മാർട്ട് ഗസ്സിങ് ഇസ് ബെറ്റർ ദാൻ ലീവിങ് ബ്ലാങ്ക്. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ എന്താണ്, ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയ ഇടണ്ട, എന്ത് ചെയ്യുക, ഗസ് ചെയ്യുക. ചിലപ്പോൾ ഒരു 50% ഉറപ്പ്, 50 വേണ്ട, ഒരു 10% ഉറപ്പാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉത്തരം കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിൽ അത് ബ്ലാങ്ക് ആയിട്ട് വിടാതെ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ഒരു പക്ഷേ ശരിയാണെങ്കിലും തെറ്റിയാലും നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഒരു കാരണവശാലും നമ്മുടെ OMR ഷീറ്റിൽ ഒരു ചോദ്യം പോലും നിങ്ങൾ ബ്ലാങ്ക് ആക്കി വിടാൻ പാടില്ല. അപ്പോൾ ഈ ബ്ലാങ്ക് ആക്കി വിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം, ഫില്ല് ചെയ്യേണ്ട എല്ലാ സ്ഥലങ്ങളും കൃത്യമായിട്ട് എന്താണ് ഫില്ല് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഏത് പോയിന്റിൽ ഡൗട്ട് തോന്നുമ്പോൾ ഒരു കാരണവശാലും അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കാൻ പോകല്, ഇൻവിജിലേറ്ററോട് തന്നെ ചോദിച്ച് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വളരെ കുറച്ച് സമയമല്ലേ ബാക്കിയുള്ളത്. നല്ല രീതിയിൽ എന്താണ് ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കും. IPLSന്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി അവിടെ എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇത് IPLSന്റെ ക്ലാസ്സിൽ ഞാൻ കേട്ട പോയിന്റ് ആണല്ലോ. അങ്ങനെ പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് പറയാറുണ്ട്. കാരണം നമ്മൾ എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് തന്നെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത്തവണ തന്നെ കേട്ട എക്സാമിനേഷൻ പാസ്സാവാൻ സാധിക്കട്ടെ. താങ്ക് യു ഓൾ.